ഹായ് സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ജോൺസൺ വർക്കി. ഞാനിന്നിപ്പോൾ ഉള്ളത് കടുത്തുരുത്തി പഞ്ചായത്തിലെ മാന്നാർ തെക്കുംപുറം പാടശേഖരത്താണ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാനുള്ളത്. ഏകദേശം ഒരു 210 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു പാടശേഖരമാണ് ഇവിടെ ഉള്ളത്. രാവിലെ വന്നാൽ ആമ്പൽപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന പാടവും, കൂടാതെ ഇവിടെ കർഷകർ പാടം നിലമുഴുതുകൊണ്ടിരിക്കുകയാണ് ട്രാക്ടർ ഉപയോഗിച്ച് അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കുറച്ചാളുകൾ മത്സ്യബന്ധനത്തിനായി ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കാന്താരിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം. എൻ്റെ പൂർവ്വ സൈഡിലായിട്ട് കാണുന്ന സ്ഥലമാണ് കാന്താരിക്കടവ്. പേരിൽ തന്നെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് കാന്താരിക്കടവ്. അതിനടുത്തുള്ള പാടശേഖരമാണ് തെക്കുംപുറം പാടശേഖരം. അവിടെ കൃഷിയൊന്നും ചെയ്യാത്ത സ്ഥലങ്ങളാണോ പോലെ? ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേട്ടാ? എന്റെ പേര് ബാബു ചേറ്റുതറ. ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാ കാരണം കൃഷിയുണ്ട്, പാടശേഖരത്ത് വണ്ടിപ്പണി എല്ലാ കാര്യങ്ങളും ഉള്ള. ഇപ്പൊ ഈ സൈഡ് മുതൽ കംപ്ലീറ്റ് ഉഴുതു മറ്റേ ഈ പാടശേഖരം ഉഴുത് ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുക. 25-ാം തീയതി മറ്റേ വിത്ത് വിതരണം. അത് ശരി. അവിടെ കൂടി ആവുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം കഴിച്ചല്ലേ ഏതായും കാടിയിലൊക്കെ ആവുള്ളൂ. ഇത് ഏത് പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്? കടുത്തുരുത്തി പഞ്ചായത്ത് അല്ലേ? ഏത് വാർഡ്? 19 അല്ലേ? പിന്നെ ഇത് കാന്താരിക്കടവ് എന്നാണ് ശരിക്കും അറിയപ്പെടുന്ന സ്ഥലങ്ങളാ. മാന്നാർ തെക്കുംപുറം പാടശേഖരത്തിന്റെ തെക്കേ എന്താണ് ഇതല്ലേ? നമ്മളിവിടെ നിന്ന് നോക്കുമ്പോ കാണുന്ന ഭാഗമാണ് കാന്താരിക്കടവ്. അതെ, കാന്താരിക്കടവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അത് തന്നെ ഇവിടെ രാവിലെ വന്ന ഇഷ്ടംപോലെ ഈ ആമ്പലി, നമ്മൾ ഈ കോട്ടയത്ത് പോയി ആമ്പലിന്റെ ഇത് കാണാം, അതുപോലെ തന്നെ. ശരി. 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 നമ്മളീ പെട്ടിയും പറയും പോലെ തന്നെ അല്ലേ? അതല്ലേ? മോട്ടറിലേക്ക് ആട്ട് സെറ്റപ്പ് ചെയ്തേക്കണം. എനിക്ക് വരാനുള്ള കാണുമ്പോഴത്തേക്ക് എനിക്ക് പേടിയാണ്. കർഷകർക്ക് വെള്ളം പറ്റിക്കാൻ എന്നാ ഈ വിലക്ക് എന്നാ പറയണേ? ചാരുവല അല്ലേ?
നമുക്ക് ഇതാണോ പുല്ലനാണോ കൂടുതൽ ഇവിടെ കിട്ടുന്നത്? നടൻ വരാറുണ്ടല്ലേ? ഒരു ചേട്ടൻ മത്സ്യവുമായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അവർ ഉടക്കുവല അഥവാ ചാരുവല എന്ന് പറഞ്ഞ വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ ശേഷം നിരവധിയായ മത്സ്യങ്ങൾ കിട്ടുന്നുണ്ട്. പുല്ലൻ അഥവാ തൂളി, പരലുകൾ, നാടൻ വരാല് തുടങ്ങിയ സാധനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത്. തെക്കുംപുറം പാടശേഖരം ഇപ്പോൾ ഉഴുതുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ലക്ഷക്കണക്കിന് കൊക്കുകളാണ് ഈ പാടശേഖരത്ത് ഈ നിലമുഴുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെറുപ്രാണികളെ, മത്സ്യങ്ങൾ എന്നിവ കൊത്തിത്തിന്നുന്നതിനായിട്ട് എത്തിയിരിക്കുന്നത്. കൂടാതെ ദേശാടന പക്ഷികളും നിരവധിയായ പക്ഷികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഏകദേശം 210 ഏക്കറോളം പാടശേഖരം ഈ സൈഡിൽ തന്നെയുണ്ട്. വെളുത്ത കൊറ്റികൾ അഥവാ കൊക്കുകൾ, കൂടാതെ കറുത്ത ഇനത്തിൽപ്പെട്ട കൊക്കുകൾ,
നീർക്കാക്കകൾ തുടങ്ങി നിരവധി പക്ഷികൾ നമുക്കിവിടെ വന്നാൽ കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാനുള്ളത്. കൂടാതെ ഇവിടുത്തെ ആളുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട വരുമാനം മത്സ്യബന്ധനമാണ്. മായ ആമ്പൽപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാടമാണ് ഈ 210 ഏക്കർ തെക്കും ഭാഗം, മാന്നാർ തെക്കും ഭാഗം എന്ന് പറയുന്ന ഈ പാടശേഖരത്തിലുള്ളത്. രാവിലെ ഏകദേശം ഒരു 9 മണിക്കൂർ വരുമ്പോൾ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. വെള്ളപ്പട്ട് വിരിച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടെ കൊക്കുകൾ ഈ പാടശേഖരത്ത് എത്തിയിരിക്കുന്നത്. കൊക്കുകൾ കൂടാണ്ട് മറ്റ് വിവിധ ഇനത്തിൽപ്പെട്ട ദേശാടന കിളികളും ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ണിന് കുളിർമയാകുന്ന അതിമനോഹരമായ പ്രകൃതിയിലെ ചില കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.